ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. കൂട്ടുകാരെ, സ്വലാഹാണ്. നമുക്കറിയാം, കേരളത്തിൽ ഉണ്ടായ അഥവാ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം ലോകത്തിലുള്ള മനുഷ്യത്വമുള്ള സർവ്വ മനുഷ്യരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. എല്ലാ മലയാളികളും അതിൽ വല്ലാതെ ദുഃഖത്തിലുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു പ്രയാസത്തിൽ നിന്ന് കരകയറാൻ ദൈവം തമ്പുരാൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പേരവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ കേരളത്തിൻ്റെ മഹാനടൻ എന്നറിയപ്പെടുന്ന മോഹൻലാൽ, അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള പട്ടാള ഡ്രസ്സിട്ട് അവിടെ പോവുകയും അവർക്ക് വേണ്ടുന്ന സാന്ത്വനം അതോടൊപ്പം സഹായവും നൽകി വളരെ മാതൃകാപരമായൊരു പ്രവൃത്തി ചെയ്തു. നല്ല കാര്യം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ പട്ടാളത്തിൽ നിന്നും വിരമിച്ച, ഈ സർവീസിൽ നിന്നും വിരമിച്ച മേജർ രവി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും അനുഭവവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പൊതുവെ വിരമിച്ച ഒരാൾ പട്ടാളത്തിൻ്റെ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നാണ് പൊതുവെ അറിഞ്ഞ് കേൾക്കുന്നത്. അറിയില്ല അതിനെക്കുറിച്ചിട്ട്. അതിൻ്റെ ശരിയും തെറ്റുമെല്ലാം ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. പക്ഷെ അതല്ല, അതിലുപരി അദ്ദേഹം ചെയ്ത മറ്റൊരു തെറ്റ്, അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ സെൽഫി എടുത്ത് ആ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഇതിൽ സെൽഫി ഫോട്ടോ, സാധാരണ മറ്റു രീതിയിലുള്ള ഫോട്ടോ അല്ല, സെൽഫി എടുത്തിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മേജർ രവി പോലുള്ള വളരെ അനുഭവസമ്പന്നനായ പഴയൊരു പട്ടാളക്കാരൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകണം. നിങ്ങളെപ്പോലുള്ള വളരെ വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയൊന്നും വിദ്യാഭ്യാസമോ മറ്റ് അനുഭവ സമ്പത്തോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ കാട്ടിക്കൂട്ടുന്നതിന് ആർക്കും വിമർശിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ ചെയ്താൽ പിന്നെ മറ്റുള്ളവരെങ്ങനെ ചെയ്യാതിരിക്കും? പല ടൈപ്പിലുള്ള ടൂറിസവും അവിടത്തേക്ക് നിരോധിക്കുമ്പോൾ ഇത്തരം കുറച്ച് നാട്ടുകാരറിയുന്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് പൊതുജനം അറിയുന്ന ആൾക്കാർ, അവരുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലാവും.